ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് ഗായ്സ്, 12th. ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ, ഞാൻ തുറന്നു നോക്കിയില്ല. ഞാൻ വന്ന ഉടനെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് മുടിയൊക്കെ ചെയ്താൽ വന്ന് വ്ളോഗ് ചെയ്യുവാണ്. നിങ്ങൾ ലൈവായിട്ട് കണ്ടോ? എനിക്കറിയത്തില്ല, എനിക്കിത് പോസ്റ്റ് ചെയ്യുന്ന പോലും എനിക്ക് ഉറപ്പില്ല. നമുക്ക് നോക്കാം ഗൈസ്. എൻ്റെ റിസൾട്ട് വന്നു കാണിച്ചു തരട്ടെ. ഞാൻ എല്ലാ ടീച്ചേഴ്സിനെയൊക്കെ വിളിച്ച് വേർത്ത് കുളിച്ച് നിൽക്കുവാണ്. അപ്പം ഞാൻ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് ഇംഗ്ലീഷിന് 97, എക്കണോമിക്സിന് 99, ഫിസിക്കൽ എഡ്യൂക്കേഷന് 93, ബിസിനസ്സിന് 100, പിന്നെ അക്കൗണ്ടൻസിക്കും 100. ഇതാ ഞാൻ കാണിച്ചു. ഞാൻ സൈഡിൽ എന്തായാലും കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ റിസൾട്ട്. അപ്പോൾ ടോട്ടൽ എനിക്ക് 98% ആണുള്ളത്. പിന്നെ എന്താ, നമ്മുടെ സ്കൂളിൽ നിന്ന് ബിസിനസ്സിന് ആകെ 4 പേർക്കേ ഫുള്ളുള്ളൂ, അതിലൊരാളാണ് ഞാൻ. ഭയങ്കര സന്തോഷം ഇത്രയും നല്ലൊരു മാർക്ക് കിട്ടിയത്. നല്ലപോലെ വർക്ക് ചെയ്തു കേട്ടോ. നല്ലപോലെ എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസം ഞാൻ ഉറങ്ങിയിട്ടില്ല ഇതിന് വേണ്ടി. ഞാൻ CBSE ആണ്, നമുക്ക് കാൽക്കുലേറ്റേഴ്സ് ഒന്നുമില്ല, നല്ല സ്ട്രിക്റ്റ് വാല്യുവേഷനും ആയിരുന്നു. അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട്, പാരൻസിൻ്റെ സപ്പോർട്ട്, ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് എല്ലാവരെയും കാരണമാണ് എനിക്കിപ്പോൾ ഇന്ന് ഈ മാർക്ക് കിട്ടിയത്. അപ്പം നിങ്ങൾ നല്ലപോലെ ഒന്ന് വർക്ക് ചെയ്യുക. ഞാൻ ആവറേജ് പഠിക്കുന്ന കുട്ടിയാണ്, ഞാൻ നല്ലപോലെ വർക്ക് ചെയ്തിട്ടാണ് എനിക്ക് ഈ മാർക്ക് കിട്ടിയത്. നിങ്ങൾ വർക്ക് ചെയ്ത് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വ്ളോഗായിട്ട് ഞാൻ വരും. ഇന്ന് ഞാനൊരു സാമ്പിൾ വെടിക്കെട്ട് പോലെ ഇതിട്ടിട്ട് നാളെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്ളോഗായിട്ട് വരാം. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ്, എൻ്റെ അനിയത്തിയുടെ റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കുവാണ്. അവളാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ട് കരഞ്ഞിരിക്കുവാണ്. അപ്പം നമ്മളിങ്ങനെ ആപ്ലിക്കേഷൻ നമ്പറൊക്കെ അടിച്ചു ഡിജി ലോക്കറിൽ കയറിയിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് നോക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് എടുക്കുന്നത് കൊണ്ട് ഭയങ്കര സൈറ്റ് ഭയങ്കര സ്ലോ ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ചേട്ടനിങ്ങനെ ട്രൈ ചെയ്ത് കുറച്ച് നേരം എടുത്തിട്ടാണ് കിട്ടിയത്. പാവം ഭയങ്കര ടെൻഷൻ അടിച്ചാണ് ഇരിക്കുന്നത്. എൻ്റെ മാർക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരുന്നിട്ട് ഉടനെ അവളുടെ റിസൾട്ട് വന്നു. ഞാൻ ഇങ്ങനെ ചിരിച്ചിരിപ്പുണ്ട് എത്രയാണെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അവൾ ഫുൾ ടെൻഷനാണ് കേട്ടോ. ഫുൾ ടെൻഷൻ എന്ന് പറഞ്ഞാൽ കരഞ്ഞ് ഇങ്ങനെ ബോധം കെടാൻ ഇരിക്കുന്ന പോലെയായിരുന്നു. ഞാൻ പറഞ്ഞു, ടെൻഷനൊന്നും അടിക്കേണ്ട ഒരാവശ്യമില്ല, സെറ്റ് മാർക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവളിങ്ങനെ കരഞ്ഞിരിക്കുവാണ്. അപ്പോൾ നമുക്ക് ഇതിൽ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഫോണിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കി. ഇപ്പോൾ ഫോണിൽ കിട്ടുന്നില്ല. കാരണം 12th റിസൾട്ട് വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 1 hour കഴിഞ്ഞിട്ടാണ് 10th റിസൾട്ട് വന്നത്. അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ചെടുക്കുന്ന വന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ റിസൾട്ട് വന്നപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ല മാർക്കുണ്ട്. 84.4% ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല മാർക്കുണ്ട്. പക്ഷേ എന്നാലും അവൾക്കതൊന്നും പോരാ എന്ന രീതിക്കായിരിക്കുന്നത്. അവൾ നല്ലപോലെ കഷ്ടപ്പെട്ടു, അതിന് നല്ല മാർക്കും കിട്ടി. നല്ല മാർക്കാണ്, അതുകൊണ്ട് അമ്മയും ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അവൾ കരഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ടെൻഷൻ, മാർക്ക് കണ്ടിട്ട് കരയുന്നതല്ല കേട്ടോ, ആ ടെൻഷൻ കൊണ്ട് കരയുന്നതാണ്. റിസൾട്ട് എന്താവും എന്നോർത്ത് കരയുന്നതാണ്. അപ്പം ഇതാണ് അവളുടെ മാർക്ക് വന്നിട്ട്. അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ട്. ഇപ്പം അപ്പുറത്തെ വീട്ടിൽ കളിക്കാനൊക്കെ ആയിട്ട് ചില്ലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാൾ അതിൻ്റെ ഒരു ടെൻഷനായിരുന്നു. ഇനി ആ ടെൻഷനൊക്കെ മാറും. അപ്പം നിങ്ങൾ നിങ്ങളുടെ മാർക്കൊക്കെ ഒന്ന് പറഞ്ഞതാ. ഓക്കെ, ബൈ.